ഇതാണ് കേട്ടോ സ്വീറ്റമ്പഴത്തിൻ്റെ പൂവ്. അപ്പോൾ സ്വീറ്റമ്പഴത്തിൻ്റെ പൂവ് പറഞ്ഞാൽ ഇതൊരു ഓൾ സീസണാണ്. അതുകൊണ്ട് തന്നെ എപ്പോഴും ഇടയ്ക്കിടയ്ക്ക് ഇതിന് പൂവും കായ ഉണ്ടായിക്കൊണ്ടിരിക്കും. അപ്പോൾ പല സ്റ്റേജിലുള്ള സ്വീറ്റമ്പഴങ്ങൾ ഇതിലുണ്ടാവും. പിന്നെ സ്വീറ്റമ്പഴം എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് കായ്ക്കും ചെയ്യും. ഒരുപാട് വർഷം എടുക്കേണ്ട 6-7 മാസം കൊണ്ട് ഇത് കായ്ച്ച് കിട്ടും. ഇതിൻ്റെ ഈ സ്വീറ്റമ്പഴത്തിൻ്റെ മൂത്ത കായ എടുത്ത് കുഴിച്ചിട്ടാലും അത് കിളിർത്ത് വരും, അല്ലെങ്കിൽ മുളച്ച് വന്ന് അത് പെട്ടെന്ന് ഇനിയിപ്പോൾ ഇതിൻ്റെ സീഡ് കുഴിച്ചിട്ടാലും പെട്ടെന്ന് ഉണ്ടാവും. അതാണ് ഉദ്ദേശിച്ചത്. അപ്പോൾ ഇതിൻ്റെ ഇത് കണ്ടില്ലേ, പല സൈസിലുള്ള കായ്കളുണ്ട്. ഇതിൻ്റെ ഇവിടെ ഒരു പൂവുണ്ടായിരുന്നു. ഈ ഒരു ജന്തുവാണ് ഇതിൻ്റെ പൂവ് തിന്ന് പോകുന്നത്. അങ്ങനെ ഈ പോയതാണ് ഈ ഒരു ഭാഗത്തുള്ള പൂവ്. അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പൂക്കും. ഇതൊരു പുതിയ ഒരു തൂമ്പ് വരികയാണെങ്കിൽ, തളിര് എന്നല്ല എല്ലാവരും പറയല്. അപ്പോൾ ഈ തളിര് വരികയാണെങ്കിൽ അതിൽ പൂവും കൊണ്ടേ വരുള്ളൂ. അപ്പോൾ ഒരു പുതിയ തളിര്, എത്ര പുതിയ തളിര് വന്നാലും അതിലൊക്കെ ഇതിൽ പൂവുണ്ടാവും. അതാണ് ഈ സ്വീറ്റമ്പഴത്തിൻ്റെ പ്രത്യേകത. അതുകൊണ്ട് തന്നെ നിറയെ കായ്കളുണ്ടാവും. എത്ര ചെറിയ മരമാണെങ്കിലും നിറയെ കായും പൂവും ഒക്കെ ആയിട്ട് നിൽക്കും. പിന്നെ ഇടയ്ക്കിടയ്ക്ക് പൂക്കും കായ്ക്കുകയൊക്കെ ചെയ്യും. ഒരു ഓൾ സീസണാണ്, എപ്പോഴും കായ്കളുണ്ടാവും. അപ്പോൾ ഈ അച്ചാറൊക്കെ ഇടാനും ഇഷ്ടമുള്ളവരും പുളി തിന്നാൻ ഇഷ്ടമുള്ളവരൊക്കെ ആണെങ്കിൽ, എന്നാൽ ഭയങ്കര പുളിയല്ല, ഒരു നമുക്ക് കടിച്ച് തിന്നാൻ പറ്റിയ നല്ല ഒരു ഇടത്തരം പുളി, ഒരു ചെറിയ പുളിയുള്ളൂ. അങ്ങനെയാണ് ഇതിൻ്റെ രുചി അറിയുന്നത്. അപ്പോൾ എപ്പോഴും കായ ഉണ്ടാവും, എന്നും കായകളുണ്ടാവും.